ഹായ് ഗായ്സ്. അപ്പോൾ BM കായലിലെ വള്ളംകളി കാണാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പത്തായിക്കൂടെയാണ് വന്നിട്ടുള്ളത്. തൂക്കുപാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കേട്ടുള്ളത്. അവിടെ അത്യാവശ്യം വീടുകളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചളിക്കുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ പ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ മുഴുവൻ വീടായിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് ഐസ്ക്രീം വണ്ടികളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. എൻഡിങ് നമ്മളുടെ ആ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക്. ജോണി വാക്കറിൻ്റെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. പിന്നെ ആ കാണുന്നത് കായൽക്കുതിരയാണ്. ഒരു കളിക്കാരാണ് പറയാതിരിക്കാൻ വയ്യ. നല്ല സ്പീഡാണ്. കഴിഞ്ഞ വർഷമൊക്കെ അവർ ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ടീംസ് ആലപ്പുഴയിൽ നിന്നൊക്കെ ആൾക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് വേറെ മുകളിൽ നേപ്പാളി പോലെയുള്ള ആളുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം നടക്കുന്ന ഈ വള്ളംകളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നാട്ടുകാരി ക്ലബ്ബൊക്കെയാണ് ഇത് നടത്തുന്നത്. പഞ്ചായത്തിൻ്റെ വകയല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളാണ് ഇതിൽ കളിക്കാനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അത് തൂക്കുപാലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് നടക്കുന്നത്. സ്റ്റേജാണ് ആ കാണുന്നത്. അത്യാവശ്യം ആളുകളുണ്ട് ആ സൈഡിൽ. ഇത് ഇക്കാകാൻ്റെ വഞ്ചിയാണ് പോകുന്നത്. ചെറുവഞ്ചിയാണ് ചെറിയ കുറച്ച് പേരുള്ളൂ. ആദ്യം കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ തവണയും അവന് പോവാറുണ്ട്. അമ്പലപ്പറമ്പെല്ലാണ് കയറാറ്. പക്ഷെ ഇപ്രാവശ്യം അവരായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെറുവള്ളമാണ് കേട്ടോ. അപ്പം അതിൽ ആ ടീംസൊക്കെ കൂടിയിട്ട് പോവുകയാണ്. വയലറ്റാണ് അവൻ്റെ ജേഴ്സി. അങ്ങനെ അവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഫയർഫോഴ്സും പോലീസും പിന്നെ അത് മാത്രമല്ല ഈ TV ന്യൂസ് ചാനൽസും ഒക്കെ എത്തിയിട്ടുണ്ട്. ചെറിയൊരു വള്ളംകളിയാണ്. പക്ഷെ ഞങ്ങൾക്കിത് വളരെ ഉഷാറാണ് കേട്ടോ. ആറന്മുള വള്ളംകളിയുടെ അത്ര ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ ഈ നാട്ടുകാർക്ക് ഇത് വളരെ രസമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് നാളത്തെ എഫേർട്ടാണ് ഇവരിപ്പോൾ ഈ കാണുന്നത്. ജയം തോൽവിയൊന്നുമല്ല. പക്ഷെ ആ തുഴഞ്ഞു വരുന്ന സമയത്ത് ആളുകളുടെ ആ ഒരു ഉഷാറും അതുപോലെ തന്നെ ആ ആവേശമൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. പിന്നെ ഒരുപാട് വള്ളങ്ങൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. കൊച്ചുകൊമ്പൻ വാട്ടർ ജെറ്റ് എത്രയും പെട്ടെന്ന് തന്നെ പവലീനുമായി ബന്ധപ്പെടേണ്ടതാണ്. കടവനാടനും കൊച്ചുകൊമ്പനും വാട്ടർ ജെറ്റും എത്രയും പെട്ടെന്ന് തന്നെ ഈ പവലീനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അറിയിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ മത്സര വള്ളങ്ങളും നമുക്കറിയാം. ഇപ്പോ ഈ കായൽ നിറയെ ചില രാജാക്കന്മാരുടെ ഫേസ്ബുക്ക് ഇതിലൊക്കെ തന്നെ നമ്മളുടെ ഈ വള്ളംകളി തത്സമയം അല്ലേ നമുക്കറിയാം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ്. അപ്പൊ പ്രവാസികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാഞ്ഞിരമൊക്കെ പുളിക്കക്കടവ് പുറത്തുള്ള പ്രദേശങ്ങളിൽ ഈ വള്ളംകളി കാണുമ്പോൾ അവര് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഈ നാട്ടിലേക്കൊന്ന് വന്ന് ഈ വള്ളംകളി ഒന്ന് കാണാൻ. ഇപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇന്ന് രാവിലെ ഫ്ലൈറ്റിന് ഇവിടെ എത്തി ഈ വള്ളംകളി കഴിഞ്ഞ് വൈകിട്ട് പോകുന്ന ആളുകൾ അത്രയേറെ ഈ ജലോത്സവത്തോടുള്ള പ്രേമവും സ്നേഹവും ഒക്കെയുള്ള ഈ പ്രദേശത്ത് ഈ മത്സര വള്ളംകളി എന്റെ കളിക്കുമ്പോ എന്റെ പടക്കുമ്പോ എന്റെ കായൽക്കുതിരെ എന്റെ പറക്കുംകുതിരെ നിങ്ങളൊക്കെ തന്നെ ഇതാണ് പറക്കും കുതിര. പേര് പോലെ തന്നെ നല്ല പറന്നിട്ടാണോ പോണത്. എന്തൊരു സൂപ്പറായിട്ടാണ് അവർ വെള്ളം തുടങ്ങിയെന്നറിയോ. പിന്നെ ഇവർ ഈ നാട്ടുകാർ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് ഈ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ വഞ്ചിപ്പുരയുള്ളത്. പിന്നെ ഇവർ വെള്ളമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ. ചെറുപ്പം മുതലേ വഞ്ചിയൊക്കെ കാണുന്നത് കണ്ട ആ ഇക്കാൻ്റെ വീടാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ളത്. തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ ഇക്കാൻ്റെ റിലേറ്റീവ്സ്. അവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ഫൈസൽ മാമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആളുകൾ ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട് കേട്ടോ. അവർക്ക് ആവേശം പകരാനായിട്ട്. പിന്നെ അത് മാത്രമല്ല നല്ല സൂപ്പറായിട്ട് ഇവർ തുഴയുന്നുണ്ട് കേട്ടോ. അങ്ങനെ
ആളുകളൊക്കെ റാലി അവരുടെ ഫസ്റ്റത്തെ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അവിടുന്ന് അനൗൺസ് ചെയ്യുന്നുണ്ട് വെള്ളം ഇങ്ങനെ ക്രോസിനൊന്നും പോകരുത്, അത് ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ചില ആളുകളൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് കേട്ടോ കളിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അത് മാത്രമല്ല ഒരുപാട് വള്ളങ്ങൾ വെറുതെ വന്ന് നിൽക്കുന്നുണ്ട്, പാട്ടൊക്കെ വെച്ചിട്ടും DJ. അതുപോലെ തന്നെ ഒരുപാട് ഈ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾക്ക് വള്ളങ്ങൾ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ഫാമിലി ആയിട്ട് വെള്ളത്തിലാണ് ഇരുന്നിട്ടാണ് വള്ളംകളി കാണുന്നത്. നല്ല രസമാണ്. നമ്മളും വിചാരിക്കും നമുക്കും ഇതുപോലെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കും വന്നിരിക്കാമല്ലോ അത്. പിന്നെ അത് മാത്രമല്ല നിങ്ങൾ ആ വെള്ളത്തിൽ കാണുന്നുണ്ടോ കളർ ചേഞ്ച്, ഒരു ഭാഗത്ത് ഒരു വേറെ ബ്രൗൺ കളറും പിന്നെ അങ്ങോട്ട് കളർ മാറുന്നുണ്ടല്ലോ, അത് ആഴത്തിനനുസരിച്ചാണ്. ഇതാണ് കേട്ടോ കായൽ. ഇവിടെ ഫ്ലാഗ് ഓഫ് വേണ്ടിയിട്ട് ബഹുമാനയുടെ സംഘാടകരും എല്ലാ പ്രാവശ്യം പുറത്തുനിന്ന് ടീംസിനെ ഇറക്കാറുണ്ട്. പിന്നെ അതാ ആ പോകുന്ന രജീഷും ഇവിടെ സബീന ഗണേശേട്ടനും എല്ലാവരും ഇവിടെ നിൽക്കുമ്പോൾ അതൊരു ചരിത്രമാകട്ടെ, ഇതൊരു മൂല്യമാകട്ടെ. പ്രത്യേകിച്ച് അവർക്ക് ചെറുവെള്ളമുണ്ട്, വലിയ വെള്ളമുണ്ട്. കാണിച്ചു കൊടുക്കുന്ന വലിയൊരു ദൗത്യത്തിന്റെ പച്ച കളറിൽ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് എടുത്തറിയുന്നുണ്ടല്ലേ. അതുപോലെ തന്നെ തുഴയിലും സൂപ്പറാണ്. എല്ലാ ടീമും നല്ല സൂപ്പറായിട്ട് തുഴയും. അതിനിടയിലാണ് കേട്ടോ വളരെ രസകരമായ ഒരു കാഴ്ച കാണുന്നത്. ഒരാൾ ഒരു വഞ്ചിയിൽ നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഇതെന്താ സ്പീഡ് ബോട്ടോ എന്തോ വെച്ചിരിക്കുകയാണ്, അതിലാ മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വിചാരിക്കും ഇയാൾക്ക് എന്താ പ്രാന്താണെന്ന്, പക്ഷെ അത് അയാളുടെ ഒരു ആവേശമാണ്. കാരണം നമ്മളിവിടെ നിന്ന് പുറത്ത് നിന്ന് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം പല ആളുകളും വള്ളം കളിക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ നിന്നും അതുപോലെ തന്നെ പുറമേ നിന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ ആ ഒരു വികാരമാണ്, പറയാതിരിക്കാൻ വയ്യ. കാരണം അവർ അത്രത്തോളം അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമല്ലേ, അതും നാടിൻ്റെ ഒരു വികാരമാണ്. പല ചെറിയ ഗ്രാമങ്ങളാണ് ഇതിലുള്ള പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്. നമ്മളുടെ ചുറ്റുഭാഗത്ത് വളരെ ചെറിയൊരു വള്ളംകളി ആണെങ്കിലും ഈ നാട്ടിലുള്ള ആളുകളുടെ ഒരു വികാരമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആളുകൾ വന്നിട്ട് പലരുടെയും ജേഴ്സിയാണ് കാണുന്നത്. ഞങ്ങൾ ലേറ്റായി പോയതുകൊണ്ട് തന്നെ ജേഴ്സി കിട്ടില്ല. പിന്നെ ഈ സമയത്ത് ഇവിടെ തീരെ തിരക്കില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എല്ലാവരും പോവുകയാണ് കേട്ടോ, ട്രാക്കിലോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഫിനിഷിംഗ് പോയിന്റിലോട്ട് അവർ പോവുകയാണ്. ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ BM പാലത്തിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഇത് ട്രോമ ഫയർഫോഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഫയർഫോഴ്സൊക്കെ നല്ല സൂപ്പറായിട്ട് അവരുടെ വർക്ക് ചെയ്യാം. പക്ഷെ ഒരു ഫയർഫോഴ്സിൻ്റെ ഈ ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല കുറേ പോലീസ് വെഹിക്കിൾസും വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഡിസിപ്ലിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അത് പലതവണ അവർ വിളിച്ചു പറയുന്നുണ്ട്. വെള്ളത്തിൽ വെള്ളി നക്ഷത്രങ്ങൾ വിരിയിച്ചുകൊണ്ട് പ്രൗഢമായ പ്രോജ്വലമായ ഒരു മത്സരത്തിന് തുടക്കം കുറിച്ച് അങ്ങനെ രാജാക്കന്മാർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചുള്ളിക്കാരൻ ചുള്ളിക്കാരന്റെ ക്യാപ്റ്റൻ എന്റെ ചുള്ളിക്കാര ഇങ്ങനെ നാണിച്ച് പമലിന്റെ മുന്നിലേക്ക് ഒന്ന് കടന്നു മക്കളെ എന്ന് പറയുമ്പോൾ 25 ജനരാജാക്കന്മാർ അങ്ങനെ കടന്നു പോകുന്ന മനോഹരമായ വിസ്മയത്തിന്റെ കാഴ്ചകളിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് ഈ ജലോത്സവം എന്ന് പറയുമ്പോൾ അതിന്റെ നാഴികക്കൽ എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണ് അല്ലെ. അങ്ങനെ വഞ്ചിപ്പാട്ടെന്ന് പറയുമ്പോൾ തനതായ വസ്ത്രങ്ങളൊക്കെ സെറ്റുമുണ്ടൊക്കെ ധരിച്ച് അങ്ങനെ സുന്ദരി മണികളായി ആ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവരുടെ ഒരു വഞ്ചിപ്പാട്ടിന്റെ ഇങ്ങനെ ഒഴുകി എത്താനുള്ള നല്ല വഞ്ചിപ്പാട്ടോടുകൂടി ആ ജലഘോഷയാത്ര അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മാമനെ കാണാനേ പച്ചില്ല അങ്ങണ്ടാ നോക്കണ്ട കായൽ മണി അമ്പലവർമ്മ വിദ്യാർത്ഥികൾ നാടൻ പാട്ട് വഞ്ചിപ്പാട്ട് അല്ലെ. വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ജില്ലയിൽ മത്സരിച്ച് മലപ്പുറം ജില്ലയിലെ വഞ്ചിപ്പാട്ടിന് നമ്മുടെ AVHS
സുന്ദരിമണികൾ അങ്ങനെ നമ്മുടെ തനതായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പാവാടയും ബ്ലൗസും അല്ലെങ്കിൽ ചുരിദാറും ഒക്കെ ഇട്ട് സ്കൂളിൽ പോകുന്ന നമ്മുടെ കൊച്ചു പിടുക്കികൾ അവരൊക്കെ തന്നെ സാരി ഉടുത്തപ്പോൾ വലിയ കുട്ടികളായി അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സാന്നിധ്യം, നിങ്ങളുടെ വഞ്ചിപ്പാട്ട് നമ്മളുടെ ഈ ജലമാമാങ്കത്തിന് മാറ്റുകൂട്ടും എന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ വഞ്ചിപ്പാട്ട്, കുചേലവൃത്തം വഞ്ചിപ്പാട്ട്, അത് നല്ല വെയിലായതുകൊണ്ട് തന്നെ വീഡിയോക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് നോക്കുന്നത്. ഒട്ടും ക്ലാരിറ്റി ഇല്ല, പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങളായതുകൊണ്ട് തന്നെ ഞാനിതിൽ വെക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കാണുന്നില്ല, അത്രത്തോളം വെയിലായിരുന്നു കേട്ടോ. സ്ഥലം കിട്ടാൻ വേണ്ടി നേരത്തെ വന്നു നിന്നതാണ്. അതേതായാലും നന്നായി, കാരണം കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോൾ റോഡ് മൊത്തം ആളുകൾ നിറഞ്ഞ് പിന്നെ വരാനേ പറ്റുന്നില്ല. ആകെ ബ്ലോക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറിയ റോഡുകളാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോക്കറ്റ് റോഡുകളാണ്. പിന്നെ ഹൈവേ ഒന്നും അല്ലാത്ത ഭാഗമാണ്. BM പത്തായി ഭാഗത്തു നിന്നാണ് വരുന്നത്. തൂക്കുപാലത്തിൻ്റെ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ സുഖമാണ്. തൂക്കുപാലമാണ് ഇപ്പോൾ നിങ്ങളാ കണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ വഞ്ചീനെ സപ്പോർട്ട് ചെയ്യാനും അവിടെ ആളുകൾ ചെറുവെള്ളത്തിൽ പഴം, മിനറൽ വാട്ടർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആളുകൾ തുഴഞ്ഞെത്തുമ്പോൾ കാണാനായിട്ട് എല്ലാവരും അതോടെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ. ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര ഉഷാറായിട്ട് നോക്കുന്നുണ്ട്. അമലു, ഇതെന്ത് സംഭവം എന്നറിയില്ലല്ലോ. പിന്നെ അതാ കുറേ ആളുകൾ ഗാനമേളയല്ല ഡീച്ചൊക്കെ വെച്ചിട്ടാണ് ഗാനമേള എന്തൊക്കെ തോന്നുന്നു. ബൈക്കൊക്കെ പിടിച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെ നല്ല ഉഷാറായിട്ട് വൈബാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ ഉള്ളത് വഞ്ചികളാണ് കേട്ടോ. ഓരോ വള്ളങ്ങളാണ് കാണുന്നത്, പക്ഷെ ക്ലിയർ നല്ല കുറവാണ്. ഇപ്പോഴത്തെ സമയത്ത് ഇത്രയും ക്ലിയർ കുറവാണെന്ന് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, നല്ല ബ്ലറാവുന്നുണ്ട്. ഇതെന്താണെന്നറിയോ, അടിയിൽ കുറേ കുട്ടികൾ അടിയിൽ ഇരിക്കുന്നുണ്ട്. ഏതോ കുട്ടികൾ, ആ പറക്കും കുതിരയുടെ ടീംസ് കുറേ പേര് അടിയിലിരിക്കുന്നുണ്ട്. അവരൊന്ന് ഇരിക്കും. അപ്പോൾ നമ്മൾ ഈ ഫോണൊന്ന് പൊക്കും താഴ്ത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോ ക്ലിയറായിട്ട് കിട്ടാതെ പോയത്. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിലുള്ള ആളുകളാണെങ്കിൽ, പക്ഷേ നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നിറച്ച ആളുകളുണ്ടാവും. കാരണം അപ്പുറത്തേനേക്കാളും കുറച്ചും കൂടി ഇരിക്കാൻ സൗകര്യം ഈ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല റോഡ് നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതിനെ കണ്ടില്ലേ നിങ്ങൾ, വെള്ളത്തിൻ്റെ ആൾ. എന്ന് വിചാരിച്ചതാണ് വെള്ളത്തിൽ ഇറങ്ങി നോക്കാൻ. ഇതിൻ്റെ പല നമുക്ക് ആഗ്രഹമാണ്. എൻ്റെ പെണ്ണുങ്ങൾക്കും വെള്ളം തോന്നും. ഇതുപോലെയുള്ള കോമ്പറ്റീഷൻ പെണ്ണുങ്ങൾക്കും അറിയില്ലെങ്കിലും ഒരാഗ്രഹം ഉണ്ടാവില്ലേ വെള്ളം തുഴയാൻ. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ചെറിയൊരു അത് ആ ഒരു ആവേശമാണ്. സ്പോർട്സ് എന്നൊക്കെ പറയില്ലേ, പണ്ട് ഓടാനും ചാടാനൊക്കെ പോകുമ്പോൾ ആ ഒരു ആവേശമാണ് ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ വരുന്നത്. ഇത് പക്ഷേ എല്ലാവർക്കും ഈ ആവേശം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നമ്മളുടെ ആ ഒരു വള്ളംകളി കാണുന്ന ആവേശം, പൂരം കാണാൻ പോകുന്നത്, അതൊക്കെ പല രീതിയിലാണല്ലോ. പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം ചില കരികളെ കീഴിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങനെ കടന്നു വരികയാണ്. കുളിക്കക്കടവനാണോ
കൊടുക്കാതെ വജ്രയും അങ്ങനെ പിടിക്കപ്പെടും. വെള്ളത്തിൽ അങ്ങനെ നീല ജീൻസ് വലയിൽ വീഴ്ച കടന്നു വരുന്ന അങ്ങനെ പറന്ന് ചാടി അങ്ങനെ വജ്രയും പിടിക്കപ്പെടവനും ഉജ്ജ്വലമായ ജേതാക്കളെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ച അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം ഒരു അങ്ങനെ 25 മത്സര വള്ളങ്ങൾ അങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇവിടെ സൂചിപ്പിക്കാറുണ്ട് ആദ്യമേ തന്നെ തെയ്ക്കന്തോമൻ സൂപ്പർജെറ്റ് കായൽപ്പട. ഇപ്പോൾ സൂപ്പർജെറ്റ് അല്പം മുന്നിലാണ് എങ്കിൽ കായൽപ്പട ആ പടയുടെ ആ ഒരു സൈന്യത്തോടുകൂടെ തന്നെ അവർ ഇരുവരും അങ്ങനെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ അവർ ഇരുവരും ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഒരല്പം മുന്നിൽ ആ സൂപ്പർജെറ്റാണ് വിട്ടുകൊടുക്കാൻ അവരുടെ നമുക്കറിയാം അമരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാൾക്കാരും അങ്ങനെ കുത്തിയിൽ നീങ്ങി ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരാണ് ഈ ഇരു വള്ളങ്ങളിലുമൊക്കെ ചെറുപ്പക്കാര് 12 പേര് കയറി വലിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള മത്സരം തങ്ങളുടെ കായൽപ്പടയും സൂപ്പർ ജെറ്റും തമ്മിലുള്ള ഒരു ഉജ്ജ്വലമായ മത്സരം ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മുടെ 4ാം പാദ മത്സരത്തിന് അവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ വിശ്വംഭരന്മാർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിച്ച് അവഞ്ചി പ്ലീസ് അവഞ്ചി ഒന്ന് മാറ്റണം. എത്രയും വേഗത്തിൽ തന്നെ അവഞ്ചി ഒന്ന് മാറ്റണം. പോലീസ് ഒന്ന് ശ്രദ്ധിക്കുക. അവഞ്ചി മത്സരം ഏകദേശം പകുതിയോളം ദൂരം പിന്നിട്ടു. പ്ലീസ് സഹോദരങ്ങളെ അവഞ്ചി ഒന്ന് മാറ്റണം. ഇല്ല അവര് പോയിക്കോളും. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്കറിയാം മത്സരം തുടങ്ങി എന്നുള്ളത് അവരെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവേശകരമായിട്ടുള്ള 4ാം പാദ മത്സരം നടക്കുന്നാഥനും മിഖായേലും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരം അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ആരംഭിച്ച് ഏകദേശം കാൽഭാഗത്തോളം പിന്നിടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കാണികളെ എന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒന്ന് കൈയടിച്ച് ഒന്ന് ആവേശം കൊടുക്ക്. ഇതല്ലേ ആഗ്രഹിച്ചത്. വിവേകാനന്ദ നയിച്ചുകൊണ്ട് ക്യാപ്റ്റൻ അനീഷും അമരം ബിപിൻ നയിക്കുമ്പോ അതിന്റെ മാനേജർ ദാസനാണെങ്കിൽ സ്പോൺസേഴ്സ് ഡെന്റൽ ക്ലിനിക് ഗ്രാമം അത് സ്പോൺസർ ചെയ്തുകൊണ്ട് കടന്നു വരുമ്പോ മിഖായേൽ റോമേഴ്സ് കടനാടിന്റെ മിഖായേൽ കടന്നു വരുമ്പോ ക്യാപ്റ്റൻ നന്ദു ആണെങ്കിൽ ലീഡിംഗ് ക്യാപ്റ്റൻ സുജിത്ത് ആണെങ്കിൽ അമരം നയിച്ചുകൊണ്ട് നീലകണ്ഠനം വരുമ്പോ അണിയം സുജിത്ത് നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പൊന്നുമക്കളെ ഇതല്ലേ നമ്മൾ അടിച്ച് കേറി വേണം മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഏകദേശം പകുതിയോളം 80 മീറ്റർ ദൈർഘ്യമുള്ള ഈ ട്രാക്കിന്റെ പകുതിയോളം ദൂരം പിന്നിടുമ്പോ എനിക്ക് തോന്നുന്നത് 3ാമത്തെ ട്രാക്കിലൂടെ വരുന്ന മിഖായേൽ അല്പം മുമ്പിലാണോ? ഇനിയും സമയമുണ്ട്. ഒരു കടന്നു വെട്ടി വരാനുള്ള ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങനെ കടന്നു വരുമ്പോ ഈ കടകളിലെയും കാടുകളെ കൊണ്ട് അവരങ്ങനെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട കാണികളെ ഇതല്ലേ ഇത്തരത്തിലുള്ള ആവേശകരമായ മത്സരമുള്ളതുകൊണ്ടല്ലേ നമ്മൾ ഈ വള്ളംകളി ആസ്വദിക്കാൻ ഇരു കരകളിലും ഇങ്ങനെ തടിച്ചുകൂടിയതെന്ന് പറയുമ്പോ അങ്ങനെ മിഖായേലും വടക്കുന്നാഥനും കടന്നു വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഒപ്പത്തിനൊപ്പം ഒന്ന് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ആവേശകരമായ രീതിയിൽ 2 വഞ്ചികളും അങ്ങനെ തുഴയെ എറിഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിനെ പറഞ്ഞുകൊണ്ട് 3ാമത്തെ ട്രാക്കിലൂടെ യുവരാജ സ്പോർട്സ് ക്ലബിന്റെ യുവരാജ 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള ജംഷാദ് അണിയൻ നയിക്കുന്ന അക്കുൽ അമരം നയിക്കുന്ന കായൽ കുതിര അത് 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ കായൽ 1ാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ അങ്ങോട്ട് മത്സരത്തിന് വേണ്ടി കടന്നു പോകുന്ന നല്ല കാഴ്ചകളുണ്ട്. അങ്ങനെ കലങ്ങും വിലങ്ങും ഒക്കെ വഞ്ചികളൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണികൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ എന്റെ പ്രിയ കാണികള് എന്റെ സഹോദരങ്ങളെ ജീവിതം മുന്നേറുന്നു. ആഘോഷങ്ങളിൽ
സതീഷ് റോഷൻ, അനിയം റിൻഷാദ്, അമരം പ്രസാദ് 2019 DM കായലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2022 2 റണ്ണേഴ്സപ്പായി 2022 താനൂരിൽ കപ്പടിച്ച ആ കോച്ച് വിജയം നയിക്കുന്ന നമ്മുടെ യുവരാജ 3ാമത്തെ ട്രാക്കിലൂടെ ഇത് കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ വിജയ് കായൽ കുതിര ഈ യുവരാജാവിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ ഉത്തരം ഞങ്ങളുടേതാണെന്ന് കായൽ കുതിര ആവർത്തിക്കാനുള്ള വിജയമായ മത്സരം. അങ്ങനെ ഈ മത്സരത്തിൽ പറന്ന് കുതിച്ച് ചാടി ഒരു ചീത്ത പുലിയെപ്പോലെ ചാട്ടിരി പോലെ യന്ത്രം വിനപ്പിച്ച ജെറ്റുകളൊക്കെ അത് ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ഏകതാളം ഏകലക്ഷ്യം അത് ഫിനിഷിംഗ് കൊണ്ട് മാത്രമാണ്. എന്റെ പ്രിയമുള്ളവരെ, 2ാമത്തെ ട്രാക്കിലൂടെ കായൽ കുതിര ഒരു മത്സരത്തിൽ ആവേശകരമായിട്ടുള്ള പടക്കൊമ്പ് 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3ാമത്തെ ട്രാക്കിലൂടെ സാരഥിയും കടന്നു വരുന്നു. ഗോൾഡൻ സമിതിയുടെ നേതൃത്വത്തിലുള്ള അതിന്റെ ലൈംഗിക വിഭാഗം ആറ് മത്സരങ്ങളിൽ സമ്മാനിച്ചു. കയറിയിരിക്കുന്ന ഇനി നടക്കുന്നത് തീർച്ചയായിട്ടും
ഒരു ഉജ്ജ്വലമായിട്ടുള്ള മത്സരമായിരിക്കും. കാരണം 500 മീറ്റർ എങ്കിൽ തന്നെ ഇത്തവണത്തെ ഈ ആദ്യപാദ മേജർ വിഭാഗത്തിലെ ആദ്യപാദ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പറക്കും കുതിര കഴിഞ്ഞ വർഷത്തെ കായലിലെ വിജയിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കായൽ കുതിര കഴിഞ്ഞ വർഷത്തെ റണ്ണർ അപ്പാണ് അല്ലേ? കായൽ കുതിരയും പറക്കും കുതിരയും അമ്പലപ്പറമ്പിലും തമ്മിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള മത്സരത്തിനിടയിൽ ചില വെള്ളങ്ങൾ വീഴുന്നുണ്ട് കേട്ടോ, മുങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില വള്ളങ്ങൾ അവിടെ എത്താനാവുമ്പോൾ അവർക്ക് തന്നെ തോറ്റുപോയതിൻ്റെ വിഷമത്തിലായിരിക്കാം ചിലരൊക്കെ മുക്കുന്നുമുണ്ട് കേട്ടോ ഫിനിഷിംഗ് പോയിന്റിൽ. അപ്പം നല്ല ആവേശമുള്ള ഒരു വള്ളം കളി തന്നെ ആയിരുന്നു. നല്ല സൂപ്പറായിട്ട് എല്ലാവരും വെള്ളം തുടങ്ങിയിട്ടുണ്ട്. കരക്കെത്തിച്ചോളൂ. മനോഹരമായിട്ടുള്ള ഒരു മത്സരത്തിൽ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തുണിയെറിഞ്ഞുകൊണ്ട് സജ്ജമാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഫയർഫോഴ്സ്, നമ്മുടെ ആംബുലൻസ്, ഇതൊക്കെ ഇവിടെ നമ്മുടെ പോലീസുകാർ, അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ സഹായത്തിന് വേണ്ടി, മെഡിക്കൽ സഹായത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ സഹപ്രവർത്തകർ, അവർക്കൊക്കെ തന്നെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ NCVയുടെ പേജ്, TV, അതുപോലെ തന്നെ ചിത്രാവിഷൻ, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജ്, അവരെയൊക്കെ സ്നേഹപൂർവ്വം മേജർ വിഭാഗത്തിന്റെ ഒക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കേറെ അഭിമാനത്തോടുകൂടി സ്റ്റാർട്ടിങ്ങിൽ
The barber got me looking. Let me sit on top. Rich big, give me that top ring. You ain't walking out of the house, so don't move me up. And you know I got it. ഷംഷാദ് അണി എന്ന അവരെ മുന്നോട്ട് ഇറങ്ങി നിന്നോണ്ട് അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങൾ